ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയിലോട്ടാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ പള്ളി. വെസ്റ്റ് ആഫ്രിക്കയിലുള്ള ഐവറി കോസ്റ്റിലാണ് ഈ പള്ളി ഉള്ളത്. ഭരണസ്ഥാനമായ യോമസുക്രിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓർ ലേഡി ഓഫ് പീസ്, അതാണ് ഈ പള്ളിയുടെ പേര്. ഈ പള്ളി പണിതിട്ടുള്ള പ്രസിഡന്റാണ് ഈ കാണുന്നത്. നമ്മള് പള്ളിക്കകത്ത് കയറാൻ പോകുന്നു. Catholic Church. It's like the first president. The First, first president of this country. His name is Felix Houphouët-Boigny. He was president from the independence from 1960 to 1993 because he died in 1992. So he died president. 1992. 93. Yes. Is it beginning or 1985? No. For the construction? Yeah. Yes, it's 1986. 86. So 3 years. And to build it. Oh, From 1986 to 1989. 89. By 1,400 square meters. Person. 1,400 people for the construction. Workers from different countries. With 36 companies. 36 companies for the construction. Is condition 36 companies. Oh. International. Is engineer is French, no? No. The architect. Architect. Yes. There were many engineers from France, but the main architect was Lebanese. Lebanese. He was Lebanese, but he was born in this country, and he's still alive. Still alive. Yes. That, It took 6 years for the planning. 6 year on Yes, planning. plan it, and 3 years to build it. Oh, only 3 years building. Yes, to build it. Oh. So 9 years for all now. And this is the biggest church in the world. Yeah. The biggest basilica in the world. ഈ പള്ളിക്ക് ടോട്ടൽ 518 അടി ഉയരവും 30,000 ചതുരശ്ര മീറ്റർ വിസ്തീർണവുമുണ്ട്. ഇത് പണി കഴിയുന്നതിന് മുന്നേ വേൾഡ് റെക്കോർഡ് ഉണ്ടായിരുന്നത് സെൻറ്റ് പീറ്റർ ബസിലിക്കയിലായിരുന്നു, ഇറ്റലിയിൽ. ഇപ്പോൾ ഈ പള്ളിക്കാണ്. 3 വർഷം കൊണ്ടാണ് ഈ പള്ളി പണി തീർത്തതെന്ന് പറയുന്നത്. 3 വർഷത്തിനുള്ളിൽ ഇത്രയും പണി തീർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം തന്നെയാണ്. പിന്നെ എല്ലാം ഇത് കോൺക്രീറ്റ് തൂണുകളാണ്. ടോട്ടൽ 84 തൂണുകളാണ് ഇതിന് ഈ പള്ളിയിലുള്ളത്. പിന്നെ ഇതിൽ മൊത്തം ഗ്ലാസ് വർക്കാണ്. ഈ ഗ്ലാസ്സുകളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ്. ഗ്ലാസ് വർക്കാണ് മെയിനായിട്ട്. അത് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഒരേ സമയം നമുക്ക് ഈ പള്ളിയിൽ 20,000 വിശ്വാസികളെ ഉൾക്കൊള്ളാൻ കഴിയും. 7,000 പേർക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഓരോ വർഷം ഇതിനു വേണ്ടി ചിലവാക്കുന്നത് $1.5 മില്യൺ ഈ പള്ളിക്ക് വേണ്ടി ചിലവാക്കുന്നത്. 1990 സെപ്റ്റംബർ 10 ഈ പള്ളി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശദീകരിച്ചത്. ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ ഒരു 3 പ്രാവശ്യം ടോട്ടൽ ഇവിടെ വന്നിട്ടുണ്ട് ഈ പള്ളിയിലോട്ട്. ഈ കാണുന്ന പള്ളിയിൽ കാണുന്ന ഡോറിനൊക്കെ നല്ല വെയിറ്റ് ആട്ടെ. 2 ടണ്ണാണ് ഈ ഒരു ഡോറിൻ്റെ വെയിറ്റ്. പള്ളിയുടെ ഉള്ളിലോട്ട് നമുക്ക് ഫോൺ കൊണ്ടുപോകുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ ക്രിസ്മസ് ട്രീ ഇരിക്കുന്നിടത്തോളം വരെ നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തുണ്ടെന്നുള്ളൂ, അനുവദിച്ചിട്ടുള്ള സ്ഥലം. പിന്നെ അതിൻ്റെ ടോപ്പിൽ ബാൽക്കണിയിൽ അവിടെ കയറിയിട്ടാണ് നമ്മൾ കൂടുതൽ വിഷ്വൽസ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഗ്ലാസ് വർക്ക് ഒരു രക്ഷയില്ല. ഗ്ലാസ് വർക്ക് നല്ല
കിടലിനാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാം ബൈബിൾ അടിസ്ഥാനമാക്കിയിട്ടാണ് എല്ലാം ഈ ഗ്ലാസ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. അത് പള്ളി ചുറ്റോടും ഈ ഗ്ലാസ് വർക്ക്, മുകളിലും താഴെയായിട്ടെല്ലാം ഗ്ലാസ് വർക്ക് തന്നെയാണ്. ഗ്ലാസ് വർക്ക് ചെയ്താലും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നേരിട്ട് ഈ കാണുന്നതാണ് ആൾത്താര. എന്താ ഗ്ലാസ് വർക്കില്ലേ? ഗ്ലാസ് വിൻഡോ ഇതെല്ലാം ഫ്രാൻസിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഫ്രാൻസിൽ നിന്ന് The largest is 7,400 square meters from France. This is the name of the architect, Pierre Facoury. Oh, it's the architect. Yes, the architect is Lebanese. 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 And this is the name of the president, the first, Félix Houphouët-Boigny, and also people who were present during the opening. This is in French and there in Latin. The same thing that in language and picture. Latin. നമ്മളിവിടേക്ക് പോയത് ഒരു ന്യൂ ഇയറിൻ്റെ ഒരു മുടക്കിനാണ് പോയത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ഒരുക്കങ്ങളാണ് കാണുന്നത്. ഈ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ ആയിട്ട് കാണുന്നത്. ഈ ചർച്ചിൻ്റെ ഏറ്റവും മേലോട്ട് നമ്മൾ കയറി പോകണം. ലിഫ്റ്റ് വർക്കാവുന്നില്ല അത്ര. നമ്മൾ 190 സ്റ്റെപ്പ് എന്നല്ല പറഞ്ഞ് 190 സ്റ്റെപ്പ് കയറി തിരിഞ്ഞ് കയറണം സ്റ്റെപ്പാണ്. കയറി ഏറ്റവും മേലോട്ട് പോകണം. മേലെ പോയിട്ട് അടുത്ത വീഡിയോ കാണിച്ചത് വെറുതെ എല്ലാം നമ്മുടെ ഗൈഡ് പറഞ്ഞത് നിങ്ങൾ പോയിട്ട് വാ, ഞാൻ അവിടെ നിൽക്കാന്ന് ചെയ്യേണ്ടത്. ഏറ്റവും മുകളിൽ നമ്മളെത്തുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണുന്നത് പള്ളിയുടെ ഒരു മാതൃക അവർ മരത്തെല്ലാം അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഫോട്ടോസുകളും ഈ പള്ളി പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്ത ഫോട്ടോസുകളും കാര്യങ്ങളും ഉണ്ട് കുറേ. നമ്മൾ ഫോട്ടോസുകളെല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ പുറത്തേക്ക് കടന്ന് ഞാൻ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ ആണ്. യോമസുക്രുവിൻ്റെ ഒരുവിധം എല്ലാ ഏരിയയും നമുക്ക് കാണാൻ പറ്റും ഇതിന് പോയത്. ഈ കാണുന്നതാണ് പള്ളിയുടെ മുൻവശം. മെയിൻ എൻട്രൻസ് ഇവിടെ ഈ കാണുന്നതാണ്. ഈ മെയിൻ എൻട്രൻസ് ആ റൂട്ടിൽ നിന്ന് ഈ ആൾത്താര വരെ 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് ഇവിടേക്ക് എൻട്രി ഫീസ് 2000 CFP ആണ് ആയിട്ടുള്ളത്. തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർക്ക് 1000 CFP ആണ്. 2000 CFP എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 230 നമ്മുടെ ഇന്ത്യൻ മണി 230 രൂപയാണ് ആവുന്നത് ഒരാൾക്ക് കയറാനായിട്ട്. ലോക്കൽ ആൾക്കാർക്ക് 1000 CFP. 1000 CFP 110 രൂപ ആ റേഞ്ച്, 112 രൂപ ആ റേഞ്ചായിട്ടൊക്കെ വരും.
ഇതാണ് പള്ളിയിലെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള വ്യൂ. എല്ലാം ഗ്ലാസ് വർക്ക് തന്നെയാണ് മൊത്തത്തിൽ കാണാനായിട്ടുള്ളത്. പക്ഷെ ആ ഗ്ലാസ് വർക്ക് ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം. പള്ളിയുടെ മെയിനായിട്ടുള്ള ആൾക്കാരയിൽ എല്ലാ ദിവസവും കുർബാനയൊന്നും ഉണ്ടാവില്ല. വിശേഷപ്പെട്ട ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലും മാത്രമാണ് ഈ മെയിൻ ആൾക്കാരയിൽ കുർബാനകൾ നടക്കുക. ഈ പള്ളിയുടെ സൈഡിലായിട്ട് തന്നെ 2 ചാപ്പലുകളുണ്ട്. അവിടെ വെച്ചിട്ടാണ് സാധാരണ ദിവസങ്ങളിലെല്ലാം കുർബാന നടക്കുന്നത്. സാധാരണ ദിവസങ്ങൾ കൂടി വന്ന ഒരു 100 പേരുടെ അടുത്തേക്ക് ഇവിടെ ആൾക്കാരെ വരത്തുള്ളൂ. സാധാരണ ദിവസങ്ങളിലും അത് കണക്ക് ഞായറാഴ്ചകളിലൊക്കെ ഈ 100 പേരിൻ്റെ അടുത്തേക്ക് തന്നെ ആൾക്കാർ വരത്തുള്ളൂ. ഒരുപാട് ആൾക്കാരൊന്നും ഇവിടെ കുർബാന കൂടാനായിട്ട് വരുന്നില്ല. പിന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിലും കാര്യങ്ങളാണ് കുറച്ചധികം ആൾക്കാരുണ്ടാവുക. ഈ രാജ്യത്ത് ആകെ കൂടിയിട്ട് 17% മാത്രമേ ഉള്ളൂ ഈ റോമൻ കാത്തലിക് ആയിട്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ കുറവ് വരുന്നത്. പിന്നെ വിദേശികളൊക്കെ വരുന്നത് വളരെ കുറവാണ്. കൂടുതലും ഫ്രാൻസിലത്തെ ആൾക്കാരാണ് ഇവിടെ ഈ രാജ്യത്തോട്ട് വരുന്നത്. ഈ ഫ്രഞ്ച് കോളനി ആയിരുന്നു ഈ ഐവറി കോസ്റ്റ് എന്ന് പറഞ്ഞ രാജ്യം. അതുകൊണ്ട് ഫ്രഞ്ചാണ് ഇവിടുത്തെ ലാംഗ്വേജ്. അതുകൊണ്ട് കൂടുതലും ഫ്രഞ്ച് ആൾക്കാരാണ് ഇത് വരുന്നത്. ഫ്രാൻസിൽ നിന്നും അവിടെ നിന്ന് ആൾക്കാരാണ് വിസിറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ വരുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നതാണ്. ജോപ്പോഗോൺ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി ഏരിയയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇവിടെ കുറച്ച് പേരുണ്ട്. പിന്നെ മലയാളികൾ ഒരുപാട് പേരുണ്ട് ഇവിടെ. എല്ലാം കാഷ്യൂ ഫാക്ടറികളാണ് ജോലി അവർക്ക് എല്ലാവരും. അത് സീസൺ ടൈം ആകുമ്പോൾ എല്ലാവരും വരും ഇങ്ങോട്ട്. ഇവിടെ നിന്നാണ് കൂടുതൽ കാഷ്യൂ നമ്മുടെ നാട്ടിലോട്ട് കയറി വരുന്നത് ഐവറി കോസ്റ്റ് രാജ്യത്ത് നിന്ന്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ന്യൂ ഇയർ പ്രമാണിച്ച് ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന രീതിയിൽ ഞങ്ങളാണ് പോയത്. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടത് ഗ്ലാസ് വർക്കാണ് കൂടുതൽ ഇവിടുത്തെ ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്കെല്ലാവർക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം എല്ലാവരും. Yeah, pillar is Just there are the also chapels. chapel. Four chapels dedicated to the 4 evangelists of Jesus. This is Mark, St. Mark. St. Mark. There is Luke. Luke. This is Matthew. And over there is John. John. The 4 evangelists represented. So the 4 are also chapels. People go also to pray there. The 4. And the pillars outside here, there are 84. So 84 is 8 and 4. If you can associate the two, 8 plus 4 with 12. So 12. that is the 12 disciples. Yeah. Disciples of Jesus.